വിജയകുമാറാണ് ഇനി നമ്മോട് സംസാരിക്കുന്നത്. എന്തായാലും പ്രവിധി ചോദിച്ച ചോദ്യത്തിൽ ചില സസ്പെൻസ് കുടകൾ ഉണ്ടാകും. അത് സൂരജിനെ അത് സംബന്ധിച്ച് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും സൂചന ഉണ്ടോ സൂരജ്? സൂചനകളുണ്ട്, പക്ഷെ ഇത് പറഞ്ഞു തന്ന ആളുകൾ പുറത്ത് പറയരുത്. അതായത് ഈ കുട മാറുന്ന സമയത്ത് മാത്രമേ അത് പറയാവുള്ളൂ. അതായത് ആ സമയത്ത് ചിലപ്പോൾ ഈ കുടകൾ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല, ചില സസ്പെൻസുകൾ. അതുകൊണ്ട് തന്നെ അത്തരം സൂചനകളുണ്ട്. പക്ഷേ ഓരോ വർഷം സുർജി ഇന്നലെ നമ്മൾ വൈകുന്നേരത്തെ ലൈവ് വെക്കുമ്പോൾ പറഞ്ഞതുപോലെ ഓരോ പൂരവും ഓരോ പുതുമയാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ വർഷവും ഇതിലേക്ക് വരാൻ തോന്നുന്നത്. അല്ല, പുതുമകളില്ലെങ്കിൽ ഒരിക്കലും നമുക്കിത് ആസ്വദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ പൂരം വ്യത്യസ്തമാകുന്ന ഈ കുടകളും മേളവും അങ്ങനെ തുടങ്ങി എല്ലാം കൊണ്ടും ഓരോ വർഷവും പുതുമകൾ സമ്മാനിക്കാൻ തൃശ്ശൂർ പൂരത്തിന് കഴിയാറുണ്ട്. ഈ കുടമാറ്റത്തിൽ അക്ഷരാർത്ഥത്തിൽ അതായത് 20-നടുത്ത് സ്പെഷ്യൽ കുടകളാണ് വരാൻ പോകുന്നത്. 20-നടുത്ത് സ്പെഷ്യൽ കുടകൾ എന്ന് പറയുമ്പോൾ അതിൽ സാങ്കേതിക മികവുള്ള കുടകൾ ഉണ്ടാകും, അതിനപ്പുറത്ത് കരവിരുതിൽ തീർത്ത വ്യത്യസ്തമായ കുടകൾ ഉണ്ടാകും. അങ്ങനെ 20-നടുത്ത് സ്പെഷ്യൽ കുടകൾ വരുമ്പോൾ തന്നെ, അതായത് ഈ അടുത്ത കാലത്ത് 20-നടുത്ത് സ്പെഷ്യൽ കുടകൾ പ്രയോഗിച്ചിട്ടില്ല. അത്തരത്തിൽ സ്പെഷ്യൽ കുടകൾ കൊണ്ട് തന്നെ ഒരു ഉത്സവം തീർക്കുന്ന ഒരു കുടമാറ്റത്തിനാണ് നമ്മൾ തയ്യാറെടുക്കുന്നത്. ഒരു ഘട്ടത്തിൽ ലയണൽ മെസ്സി വരെ ഇവിടെ ഇറങ്ങി. അതെ. അതുകൊണ്ട് തന്നെ ഇത്തവണയും അത്തരത്തിലുള്ള വ്യത്യസ്തതകൾ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇത്തവണ വിവാദങ്ങൾക്കിട നൽകാത്ത തരത്തിൽ തന്നെയാണ് എല്ലാ ഒരുക്കങ്ങളും മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിവാദ കുടകൾ ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. എന്തായാലും വിവാദ കുടകൾ ഉണ്ടാകില്ല എന്നുള്ള തരത്തിൽ ഉറപ്പ് ഉണ്ട്. അത് സൂരജിന്റെ ഉറപ്പാണ്. എന്തായാലും ഇനി കാണാൻ പോകുന്ന സ്പെഷ്യൽ കുടകൾ ഏതൊക്കെ എന്നുള്ളതാണ്. നമുക്ക് ആൾക്കൂട്ടത്തിലേക്ക് കൂടി ഒന്ന് പോകാം. അവിടെ ആളുകളൊക്കെ സജ്ജമായി നിൽക്കുന്നുണ്ട്. സൂരജും വരണം. എന്തായാലും ഈ സ്പെഷ്യൽ കുടകളാണ് ഇനി ഏവരും ഏതൊക്കെയാണ് എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും ഈ LED കുടകളടക്കമുള്ള കുടകൾ വൈവിധ്യം അതൊക്കെ നമ്മൾ കാണാറുള്ളതാണ് പല ഘട്ടങ്ങളിലും. എന്തായാലും ഇവരൊക്കെ കാത്തു നിൽക്കുന്നത് ഈ കുടമാറ്റത്തിന്റെ ആ ചടങ്ങിന് വേണ്ടിയാണ്. ഇവർക്കൊക്കെ ഇവിടെ കയറാൻ ഇടം കിട്ടിയ ആളുകളാണ് അല്ലെ? എവിടുന്നാ വരുന്നത്? അതെ ഊരകം. എല്ലാവരും കോഴിക്കോട്. നേരത്തെ കണ്ടിട്ടുണ്ട്. ഇല്ല, ഉണ്ട് ആകാംക്ഷ ഉണ്ട്. ഉണ്ട്. ഇവരൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അതിന്റെ ഒരു ഓളത്തിലേക്ക്. അതായത് അല്പസമയത്തിനകം മാറും. എന്തുണ്ട് ഉഷാറ് ഓക്കെ. കഴിഞ്ഞ പോലത്തെ പ്രശ്നങ്ങളും ഒന്നുമില്ല. ഇപ്പൊ ക്ലീനാണ്, ഒക്കെ ക്ലീനാണ് പൂരം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇപ്പൊ അടിച്ചിട്ട് ഇപ്രാവശ്യം പോലീസൊക്കെ ഞങ്ങളെ ഭയങ്കര സഹായ. പോലീസ് എടുക്കാൻ ഭയങ്കര അനുകൂല, ഭയങ്കര ഹാപ്പിയാ, ഭയങ്കര സഹകരണം. ഇതുപോലെ വിചാരിച്ചിരിക്കും. അതിനാണ് പുറത്താക്കി പുറത്തല്ലേ. കഴിഞ്ഞ വർഷം ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഹാപ്പിയാണ്. ഇതാണ് തൃശ്ശൂരിന്റെ ഓളം. എന്തായാലും നമ്മൾ കാത്തു നിൽക്കുകയാണ്. ഇനി ഏതാണ് കുടകൾ, ആ വൈവിധ്യമാർന്ന കുടകൾ ഏതൊക്കെ എന്നുള്ളതിലുള്ള കാത്തിരിപ്പാണ്. പലതും പിറകിലായി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ സ്പെഷ്യൽ കുടകൾ ആ സമയത്ത് മാത്രമേ പുറത്തിറങ്ങുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് അല്ലേ സൂരജ്? എന്തായാലും പാറമേക്കാവിന്റെ ഇടംപേറ്റി എത്തുന്ന ഗുരുവായൂർ നന്ദനുള്ള കുടകളാണ് എത്തിച്ചിട്ടുള്ള. കുടകളും വെഞ്ചാമരവും എല്ലാം എത്തിച്ചിട്ടുണ്ട്. ഈ സ്പെഷ്യൽ കുടകൾ തന്നെയാണ് സുർജി സൂചിപ്പിച്ചതുപോലെ തന്നെ ആകർഷണം. അതിൽ ചില സാങ്കേതിക മികവ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ കുടകളുണ്ട്. അങ്ങനെ തുടങ്ങി ഏതൊക്കെ തലത്തിൽ വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ കഴിയുമോ അതെല്ലാം തന്നെ ഇക്കുറി തൃശ്ശൂർ പൂരത്തിന് പരീക്ഷിക്കുന്നുണ്ട്. പുതിയ പരീക്ഷണങ്ങൾക്ക് തയ്യാറെടുക്കുന്നുമുണ്ട്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് ആ വെയിലൊന്നും, നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ചെറിയ തണലുണ്ടെങ്കിൽ പോലും ജനങ്ങളെ സംബന്ധിച്ച് അതൊരു ഈ വെയിലൊന്നും ഒരു പ്രശ്നമല്ല. ഇന്ന് ഹാഷ്മി പറഞ്ഞതുപോലെ ചുട്ടുപൊള്ളുന്ന വെയിലല്ല, നിലാവാണ്. ചുട്ടുപൊള്ളുന്ന ചൂടിന് കീഴിൽ നിലാവിൽ നിൽക്കുകയാണെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ആ കോലത്തിൽ വയ്ക്കുന്നതിന് വേണ്ടി, കോലത്തിന് മുകളിൽ വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഇത്, അതോടൊപ്പം തന്നെ കുട കാണാം.